മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർക്കാം. ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മോരാണ് ചേർക്കുന്നത്. ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പാന് ചൂടായി വരുമ്പം നെയ്യ് ചേർത്തിട്ട് ഏലയ്ക്ക, ഗ്രാമ്പു, പട്ട, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇത്രയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയ മസാലയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പനീർ സോഫ്റ്റ് ആവാനായിട്ട് ഉപ്പിട്ടിളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അതിലുള്ള ഹോൾ സ്പൈസസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. സോക്ക് ചെയ്തിട്ടുള്ള പനീർ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ചുവട് കട്ടിയുള്ള പാത്രം ചൂടായി വരുമ്പോൾ ബട്ടറും ഗ്രേവിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും സോക്ക് ചെയ്ത പനീറും കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള പനീറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ.